നമസ്കാരം. സംസ്ഥാനത്തെ രൂക്ഷമായ വിലക്കയറ്റം മൂലം സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പോലും അവതാളത്തിലാണ്. പാചകവാതക വില കുതിച്ചുയർന്നതും കടുത്ത സിലിണ്ടർ ക്ഷാമവും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയെ പ്രതിസന്ധിയിലാക്കി. 100 കുട്ടികളുള്ള ഒരു സ്കൂളിന് ഒരു മാസം കുറഞ്ഞത് 19 കിലോഗ്രാമിന്റെ 2 വാണിജ്യ സിലിണ്ടറുകൾ ആവശ്യമാണ്. സിലിണ്ടറിന് മാത്രം നിലവിൽ 8000 രൂപയോളം ചെലവ് വരുന്നു. LP സ്കൂൾ വിദ്യാർത്ഥിക്ക് 6 രൂപ 19 പൈസയും UP സ്കൂൾ വിദ്യാർത്ഥിക്ക് 9 രൂപ 29 പൈസയുമാണ് സർക്കാർ നൽകുന്ന തുക. കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ തുക വീണ്ടും കുറയും. ഹോട്ടലുകൾ ഉയർന്ന വില നൽകി സ്വകാര്യ ഏജൻസികളിൽ നിന്ന് സിലിണ്ടർ വാങ്ങാറുണ്ടെങ്കിലും സ്കൂളുകൾക്ക് അധിക തുക കണക്കിൽ കാണിക്കാൻ അനുവാദമില്ല. തന്മൂലം പ്രധാനാധ്യാപകർ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഗതികേടിലാണ്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തൃശൂരിലെ അനാശാസ്യ കേന്ദ്രത്തിൽ കൊലപാതകം. 27കാരൻ കൊല്ലപ്പെട്ടു. 4 സ്ത്രീകളടക്കം 6 പേർ അറസ്റ്റിൽ. പ്രതിയായ അനുജനെ അന്വേഷിച്ചെത്തിയ പോലീസുകാരൻ വീട്ടിൽ കയറി ജ്യേഷ്ഠനെ മർദ്ദിച്ചതായി പരാതി. പുല്ലൂറ്റ് നാരായണമംഗലം സ്വദേശിയായ കുര്യാപ്പള്ളി ഷെരീഫിന്റെ മകൻ ഷറഫിനാണ് മർദ്ദനമേറ്റത്. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി വൃത്തിഹീനമായി കിടന്ന ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡ് പരിസരം ഇനി പൂന്തോട്ടമാകുന്നു. ഓണത്തോടനുബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ പൂപ്പൊലി പദ്ധതിക്ക് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ പ്രവർത്തിച്ചിരുന്ന അനാശാസ്യ കേന്ദ്രത്തിൽ നടന്ന ആക്രമണം കൊലപാതകത്തിൽ കലാശിച്ചു. ചികിത്സയിൽ ആയിരുന്ന ഒഡീഷ സ്വദേശി മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന അനാശാസ്യ കേന്ദ്രത്തിൽ നടന്ന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒഡീഷ സ്വദേശി ധൻപതി നായിക് ചികിത്സയിലിരിക്കെ മരിച്ചു. തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 18-ാം തീയതി രാത്രിയിലാണ് സംഭവം. പണത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിനും പിന്നീട് കൊലപാതകത്തിനും കാരണമായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കോരപ്പത്ത് ലൈനിലെ വാടക വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം ഒഡീഷ സ്വദേശി ബിച്ചു നായിക്കിന്റെ നേതൃത്വത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് മാത്രമായിരുന്നു ഇവിടെ പ്രവേശനം അനുവദിച്ചിരുന്നത്. നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ കെട്ടിടത്തിന്റെ പിൻവശം വഴിയാണ് ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അസം ഒഡീഷ സ്വദേശികളായ 4 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള 2 നില കെട്ടിടത്തിലാണ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. മീഡിയ ടൈം തൃശൂർ. പ്രതിയായ അനുജനെ അന്വേഷിച്ചെത്തിയ പോലീസുകാരൻ വീട്ടിൽ കയറി ജ്യേഷ്ഠനെ മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ യുവാവിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുല്ലൂറ്റ് നാരായണമംഗലം സ്വദേശിയായ കുര്യാപ്പള്ളി ഷെരീഫിന്റെ മകൻ ഷറഫിനാണ് മർദ്ദനമേറ്റത്. പ്രതിയായ അനുജനെ അന്വേഷിച്ചെത്തിയ പോലീസുകാരൻ വീട്ടിൽ കയറി ജ്യേഷ്ഠനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. പുല്ലൂറ്റ് നാരായണമംഗലം സ്വദേശിയായ കുര്യാപ്പള്ളി ഷെരീഫിന്റെ മകൻ ഷറഫിനാണ് മർദ്ദനമേറ്റത്. കൺട്രോൾ റൂമിലെ പോലീസ് ഉദ്യോഗസ്ഥനായ അജാസുദ്ദീൻ കേസിൽ പ്രതിയായ അനുജനെക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസമായി ഫോണിലൂടെ വിവരങ്ങൾ അന്വേഷിച്ചിരുന്നതായി ഷറഫ് പറയുന്നു. തുടർന്ന് വൈകിട്ട് 4:15 വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ വീടിനുള്ളിൽ കയറി അനുജനെ അന്വേഷിക്കുകയും തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. സംഭവം ഈ വീട്ടിൽ കിടന്നുറങ്ങി സാർ വന്ന് കോണിമ്പല്ലടിച്ചപ്പോൾ തന്നെ പുറത്തിറങ്ങി, ഞാൻ ഷർട്ടൊന്നും ഇട്ടുണ്ടായില്ല, പുറത്തിറങ്ങി വാതിൽ തുറന്നപ്പോൾ തന്നെ മൂത്തൊക്കെ ഇടിച്ച്. അതിന് വീടിനുള്ളിൽ കയറിയിട്ട് റൂമിൽ പോയിട്ട് പിന്നെ നെഞ്ചത്തേക്കും കൈമൊക്കെ കുടിടിച്ച ആള്. അപ്പം തന്നെ ചോര ഒന്ന് മൂത്തുന്നു. ഈ അനീനെ കിട്ടാത്തതിൻ്റെ ഇതാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് വന്നിട്ട് ജീപ്പിലൊക്കെ വലിച്ചു കയറ്റി കൊണ്ടുപോയി. നമ്മൊരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ കിട്ടാത്തതിൻ്റെ നമ്മളെ വന്നൊരു ഉപദ്രവിക്കുന്നതാണ് അവർ. മർദ്ദനത്തിൽ തലയ്ക്കും മുഖത്തും നെഞ്ചിനും പരിക്കേറ്റ ഷറഫിന്റെ ചുണ്ട് പൊട്ടി രക്തസ്രാവവും ഉണ്ടായി. തുടർന്ന് ഇയാളെ കൊടുങ്ങല്ലൂരിലെ ഗൗരിശങ്കർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാകുന്ന വൻ വികസന പദ്ധതികളുമായി സംസ്ഥാന ബജറ്റ്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ റോഡുകളുടെ നവീകരണത്തിനും വികസനത്തിനുമായി 58 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാകുന്ന വൻ വികസന പദ്ധതികളാണ് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മണ്ഡലത്തിന്റെ ജനപ്രതിനിധി കൂടിയായ മന്ത്രി OJ ജനീഷിന്റെ പ്രത്യേക താൽപര്യപ്രകാരം 58 കോടി രൂപയുടെ റോഡ് വികസന പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ വെള്ളൂർ നെടുങ്ങാണത്തുകുന്ന് കരൂപ്പടന്ന റോഡ്, പാറമേൽ തൃക്കോവിൽ കൊമ്പത്തുകടവ് റോഡ്, വിജയവീഥി റോഡ്, പൊയ്യ പഞ്ചായത്തിലെ സെന്റ് ജോസഫ് പ്ലാക്കത്തറ നടുമുറ്റം റോഡ്,
അന്നമനട പഞ്ചായത്തിലെ പൊഴേലിപ്പറമ്പ് റോഡ് എന്നിവയ്ക്കായി 3 കോടി രൂപ വകയിരുത്തി. മാള ചുങ്കം കൊമ്പത്തുകടവ് റോഡ്, പൊയ്യ മണലിക്കാട് പൊയ്യക്കടവ് റോഡ്, അഷ്ടമിച്ചിറ മാരേക്കാട് കുന്നത്തേരി റോഡ്, കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റൽ റോഡ്, അരിപ്പാലം വള്ളിവട്ടം റോഡ്, പുല്ലൂറ്റ് പുത്തഞ്ചിറ റോഡ്, തുമ്പൂർ തൊമ്മാന പുത്തഞ്ചിറ റോഡ്, കാവനാട് റോഡ്, എരയാംകുടി റോഡ്, വാളൂർ കൊരട്ടി റോഡ്, കുഴൂർ കുണ്ടൂർ റോഡ്, കുഴൂർച്ചിറ നടവരമ്പ് റോഡ്, ഇന്ദിരാഗാന്ധി റോഡ്, അമ്പഴക്കാട് കോട്ടവാതിൽ വടമ കോട്ട റോഡ്, ചിത്തിരവളവ് സമാജം റോഡ്, കോഴിക്കട ഈസ്റ്റ് തിരുമുപ്പത്ത് റോഡ്, ആരാംകുളം ലിങ്ക് റോഡ് എന്നിവയുടെ വികസനത്തിനായി 55 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. റോഡ് വികസനത്തിനൊപ്പം കുടിവെള്ളം, ടൂറിസം, വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുസൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിലും നിരവധി പദ്ധതികൾക്ക് ബജറ്റിൽ ഇടം ലഭിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് ഈ പദ്ധതികൾ പുതിയ ദിശ നൽകുമെന്നാണ് പ്രതീക്ഷ. മീഡിയ ടൈം, മാള. കേരള സർക്കാരിന്റെ ഇടക്കാല ബജറ്റിൽ പ്രവാസികളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാളയിൽ പ്രതിഷേധ ധർണ നടത്തി. MP വർഗീസ് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഹക്ക് ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ ശബ്ദം ഒരിക്കലും ഒരു മലയാളിക്ക് മറക്കാൻ സാധിക്കില്ല. പ്രവാസിയുടെ ശബ്ദം ഒരു സർക്കാരിനും മറക്കാൻ സാധിക്കുന്നില്ല, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവാസികൾ നടത്തുന്ന ഈ സമരത്തിലേക്ക് നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും സാന്നിധ്യം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഏരിയ സെക്രട്ടറി ബഷീർ തെക്കത്ത്, PS സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി വൃത്തിഹീനമായി കിടന്ന ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡ് പരിസരം ഇനി പൂന്തോട്ടമാകുന്നു. ഓണത്തോടനുബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ പൂപ്പൊലി പദ്ധതിക്ക് തുടക്കമായി. ചെയർപേഴ്സൺ ആലിസ് ഷിബു തൈനടിയിൽ ഉദ്ഘാടനം ചെയ്തു. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞും കാട് വളർന്നും ഏറെ വൃത്തിഹീനമായി കിടന്നിരുന്ന ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗം പൂന്തോട്ടമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിലാണ് പൂപ്പൊലി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗത്ത് ജംഗ്ഷനും പരിസര പ്രദേശങ്ങളും ശുചീകരിക്കുന്നതിനിടെയാണ് ഈ പ്രദേശത്ത് പൂക്കൃഷി നടത്താൻ തീരുമാനിച്ചത്. സ്വച്ഛ് സർവേക്ഷൺ പദ്ധതിയുടെ ഭാഗമായി കാട് വെട്ടിത്തെളിക്കുകയും യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും പുതിയ മണ്ണ് നിക്ഷേപിക്കുകയും ചെയ്തു. ശുചീകരണ തൊഴിലാളികളും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന പൂക്കൃഷിക്കായി സ്ഥലമൊരുക്കി. മാലിന്യങ്ങൾ വീണ്ടും നിക്ഷേപിക്കുന്നത് തടയാൻ നെറ്റ് ഉപയോഗിച്ച് പ്രദേശം സുരക്ഷിതമാക്കുകയും പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്ന സന്ദേശ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഓണത്തോടനുബന്ധിച്ച് പൂപ്പൊലി പദ്ധതിയുടെ ഭാഗമായി 500 ചെണ്ടുമല്ലി തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരികൾ, ബസ് ഉടമകൾ, ജീവനക്കാർ, സമീപത്തെ ഹൗസിംഗ് ബോർഡ് നിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹകരണത്തോടെ ഈ പൂന്തോട്ടം സംരക്ഷിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ചെയർപേഴ്സൺ ആലിസ് ഷിബു തൈനടിയിൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷെരീഫ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ ജനപ്രതിനിധികളും നഗരസഭാ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. മാള തനുകുളം മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ആദരവാമൃതം സംഘടിപ്പിച്ചു. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങൾക്ക് എല്ലാം പൗരാണിക കാലങ്ങളിലുള്ള ക്ഷേത്രങ്ങൾക്കെല്ലാം തന്നെ ഒരുപാട് ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വയ്ക്കുന്നുണ്ട്. ആ ക്ഷേത്രങ്ങളുടെ പരിസരവുമായി ബന്ധപ്പെട്ടുള്ള ജീവിതങ്ങളും ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുമായിട്ടുള്ള പഴയകാലത്തെ പടയോട്ടത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൽ പടയോട്ടം മുതൽ ഉള്ള ചരിത്രങ്ങളൊക്കെ പറയുന്നതായിരുന്നു. ഓരോ കാലഘട്ടത്തിലെ ഇന്നത്തെ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന രാജഭരണ കാലഘട്ടത്തിൽ ഈ പ്രദേശം ഓരോ അതിഥി വന്നിട്ട് കൂടിയിരുന്ന കാലഘട്ടത്തിലുള്ള ചരിത്രം വരെ ഓരോ ക്ഷേത്രങ്ങൾക്ക് പറയാനുണ്ട്. ചേരരാജ വംശകാലം, ചോളരാജ വംശകാലം ഒക്കെ കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് പറയാനുള്ള ചരിത്രങ്ങളുള്ളതാണ് ആവശ്യം. ഞാൻ പൊതുവെ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ സപ്ലിമെൻ്ററി വായിച്ചു കൊടുക്കുന്നു. ഉപദേശക സമിതി പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്ത് അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബൈജു തോമസ്, പഞ്ചായത്ത് മെമ്പർ ലിൻസി ജോയ്, റിട്ടയർഡ് AO ജഗജീവൻ, PV ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ബഹുമുഖ പ്രതിഭകളെയുമാണ് ആദരിച്ചത്.
BJP ബ്രാലം മേഖലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിലെ വിജയികൾക്കായി അനുമോദന സദസ്സ് നടത്തി. BJP വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പടിഞ്ഞാറൻ മേഖലാ പ്രസിഡന്റ് സോമൻ കുറ്റിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് വാർഡ് മെമ്പർ ഷിബിൻ ആക്ലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. PG ശിവലാൽ, കൃഷ്ണരാജ്, വിപിൻ ദാസ് എന്നിവർ പങ്കെടുത്തു. നമ്മളെ ലക്ഷ്യബോധത്തിലെത്താൻ യോഗ ഏറ്റവും നല്ലൊരു ഘടകമാണ്. 40 ലിറ്റർ വായുവാണ് നമ്മൾ വലിച്ചെടുക്കുന്നത്. അപ്പോൾ ആ വായു അതുകൊണ്ട് നമ്മൾ നിയന്ത്രിച്ചത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അതൊക്കെ ഈ പഠനത്തിന് നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പൊയ്യ സെന്റ് അപ്രേം പള്ളി മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു. പള്ളി വികാരി ഫാദർ സെബി കൂട്ടാലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KCBC മദ്യവിരുദ്ധ സമിതി മാള കൊറോന ട്രഷറർ പിയൂസ് കാളിയാടൻ മുഖ്യാതിഥിയായിരുന്നു. ഗുരുതരമായ രീതിയിൽ എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ വിധത്തിൽ ബാധിക്കാനിടയാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ പ്ലക്കാർഡുകൾ ഏന്തി ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി റാലിയും നടത്തി. വേണ്ട വേണ്ട ലഹരി വേണ്ട, ഒരു വലി മതി ജീവിതം കാലി, ഒരു വലി മതി ജീവിതം കാലി, വേണ്ട വേണ്ട ലഹരി വേണ്ട, വേണ്ട വേണ്ട ലഹരി വേണ്ട, വേണ്ട വേണ്ട ലഹരി വേണ്ട, ജീവിതം മതി, ജീവിതം മതി. ചടങ്ങിൽ PTA പ്രസിഡന്റ് വിപിൻ പഞ്ഞിക്കാരൻ, മതബോധന യൂണിറ്റ് ഹെഡ് മിസ്ട്രസ് റാണി ജോസ്, യൂണിറ്റ് സെക്രട്ടറി CG ബാബു എന്നിവർ സംസാരിച്ചു. എന്താണ് ലഹരി? അല്ലെ, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ലഹരി എന്താണെന്ന് വെച്ചാൽ എന്താണ് ലഹരി? എന്താണ് ലഹരി? ലഹരിയുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മീനിങ് ഡ്രഗ്സ് അല്ലേ? ഡ്രഗ്സ് എന്നോ ഡ്രഗ്സിനൊപ്പം ലഹരിന്നോ? ഇംഗ്ലീഷ് മീഡിയം, ICSE, CBSE, സ്റ്റേറ്റ്, സെൻട്രൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിലെ അനാശാസ്യ കേന്ദ്രത്തിൽ കൊലപാതകം, 27കാരൻ കൊല്ലപ്പെട്ടു, 4 സ്ത്രീകളടക്കം 6 പേർ അറസ്റ്റിൽ. പ്രതിയായ അനുജനെ അന്വേഷിച്ചെത്തിയ പോലീസുകാരൻ വീട്ടിൽ കയറി ജ്യേഷ്ഠനെ മർദ്ദിച്ചതായി പരാതി. പുല്ലൂറ്റ് നാരായണമംഗലം സ്വദേശിയായ കുര്യാപ്പുള്ളി ഷെരീഫിന്റെ മകൻ ഷറഫിനാണ് മർദ്ദനമേറ്റത്. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി വൃത്തിഹീനമായി കിടന്ന ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡ് പരിസരം ഇനി പൂന്തോട്ടമാകുന്നു. ഓണത്തോടനുബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ പൂപ്പൊലി പദ്ധതിക്ക് തുടക്കമായി. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.